ഫുട്ബോളിൽ ഇപ്പം വേറൊരു ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് റിയൽ മാഡ്രിഡിൻ്റെ 2 ഹോം തോൽവികളും പിന്നെ ഷാബി അലോൻസോൻ്റെ ഭാവിയുമാണ്. അതിൽ ആ ടീമിൻ്റെ ഒരു അവസ്ഥയ്ക്ക് ഷാബി അലോൻസോ എത്രമാത്രം കാരണക്കാരനാണ്? കാരണക്കാരനാന്ന് പറഞ്ഞാല് ഈ സീസൺ തുടങ്ങിയപ്പോൾ ആരും ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ 14 മാച്ചിൽ 13 ജയിച്ചു. ലാ ലീഗയിൽ നല്ല ലീഡ് ഉണ്ടായിരുന്നു. ചാമ്പ്യൻസ് ലീഗ് നല്ല രീതിയിൽ തുടങ്ങി. പിന്നെ ലിവർപൂളിൽ പോയി നവംബർ 1 തോറ്റു. അതിനുശേഷം ആണ് വളരെ മോശമായിട്ടുള്ള കുറച്ച് റിസൾട്ട്. ഇതിൽ വന്നിട്ടുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് ഇത് മെഡ്രിഡ് ബീറ്റ് കവർ ചെയ്യണം 1-2 പേരെ അറിയാം. അവർ പറയുന്നത് ഈ സീനിയർ പ്ലേയേഴ്സ് പലരും അവർക്ക് ഓടാൻ വയ്യ, ഓടാൻ ആഗ്രഹമില്ല. ഇപ്പൊ അലോൺസോന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രയത്നിക്കണം. അതിപ്പോ നിങ്ങളിപ്പോ ഒരു അറ്റാക്കിംഗ് പ്ലെയർ ആയാലും തിരിച്ച് ട്രാക്ക് ചെയ്യണം. അപ്പൊ ഒരു കുറച്ച് കളി അവരത് ചെയ്തു, പിന്നെ അത് ചെയ്യാൻ തയ്യാറല്ല. എന്നെ കൊണ്ട് അത് പറ്റില്ല. അപ്പം പലർക്കും അവരുടെ ഒരു ഈഗോന്റെ ഇതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇത് അലോൺസോ ഈ ജോലി എടുക്കണേന് മുമ്പ് കാർലോ ആൻസലോട്ടിയോട് സംസാരിച്ചിട്ടാണ്. തന്റെ പണ്ടത്തെ കോച്ചും ആയിരുന്നു. അപ്പൊ ആൻസലോട്ടി ഇത് പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ മാനേജ് ചെയ്ത ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഡ്രസ്സിംഗ് റൂം ആയിരുന്നു ഇത്. എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ആരും നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. അത് പറഞ്ഞിട്ടാണ് പോയത്. അത് ആ ഒരു വാർണിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് നേരിട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഇനിയിപ്പം അദ്ദേഹത്തിനെ മാറ്റുകയാണെങ്കിൽ, ഇപ്പം അലോൺസോയെ മാറ്റുകയാണെങ്കിൽ എന്തായിരിക്കും സാധ്യതകൾ? അതിനുള്ള സാധ്യത ഉണ്ടോ? സാധ്യത ഇല്ല. എന്താ അതുകൊണ്ടാണ് ഇപ്പൊ മാറ്റാത്തത് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഫ്ലോറന്റീനോ പെരസ് പൊതുവെ ഇങ്ങനെ എന്താ പറയാ, നമ്മളിവിടെ മന്ത്രിമാരെ മാറ്റണ പോലെ മാറ്റുന്ന ഒരു രീതിയാണ്. പക്ഷെ ഇപ്പൊ സിഡാൻ ആണെങ്കിൽ സിഡാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഡെഷാമിന്റെ കോൺട്രാക്ട് ഈ വേൾഡ് കപ്പോട് കൂടി കഴിയുന്നു. പിന്നെ എനിക്ക് ഫ്രാൻസ് ജോലി ഉറപ്പാണ്. അത് ഈ ഇടയ്ക്ക് ഏതോ ഒരു സ്പീച്ചിലും പറഞ്ഞു, ഒരു കാലത്ത് അത് എന്റെ ജോലി ആയിരിക്കുന്നു, ഫ്രാൻസ് കോച്ച്. അപ്പൊ സിഡാന് വേണ്ട. സിഡാൻ ഇത് അനുഭവിച്ചതാണ് 2 വട്ടം. ജയിച്ചിട്ടുണ്ട്, പല ട്രോഫിയും ജയിച്ചു. പക്ഷെ അതിന്റെ കൂടെയുള്ള ആ സർക്കസ് ആർക്കും പറ്റുന്നില്ല. പിന്നെയുള്ളത് റിസർവ് ടീമിന്റെ കോച്ച് അൽവാരോ അൽബലോവ പണ്ട് ലിവർപൂളിനും റയലിനും ഒക്കെ കളിച്ചിരുന്ന കളിക്കാരനാണ്. പക്ഷെ റിസർവ് ടീം എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ 3ാം ഡിവിഷനിൽ കളിക്കുന്ന ടീം. അതിന്ന് ഇങ്ങോട്ട് വരിക, ഈ സ്റ്റാർസിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ലെവലിലുള്ള ചാലഞ്ചാണ്.